ഹായ് ഹോൾ, വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ് ഒന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ 1 വീക്ക് ചാർട്ടിലാണ് നിൽക്കുന്നത്. 1 വീക്ക് ചാർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാർക്ക് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയ ആണ്. മാർക്കറ്റ് നിലവിൽ നിൽക്കുന്ന ഏരിയ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ തൊട്ട് താഴെ ഒരു FEG ഉണ്ട്. ആക്ച്വലി തൊട്ട് താഴെയല്ല, അതിനനുബന്ധിച്ച് തന്നെ ഒരു FEG വരുന്നുണ്ട്. ഒരു ഇൻബാലൻസ് വരുന്നുണ്ട്. ആ ഇൻബാലൻസിൽ മൾട്ടിപ്പിൾ ടൈം വന്നോട്ട് റിജക്ഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യാം. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാർക്ക് ചെയ്ത അതേ ഏരിയ തന്നെയാണ്. മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. റെസിസ്റ്റൻസ് ഏരിയ വിക്ക് ചേർത്താണ് എടുക്കുന്നത്. നമ്മൾ വിക്ക് മാത്രമാണ് എടുക്കുന്നത്. ഇത്രയാണ് നമ്മൾ വീക്കിലി ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇന്നലെ വീക്കിലി ചാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. താഴോട്ട് വന്ന് കഴിഞ്ഞ വീക്കിന്റെ ലോ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട്. എന്നാലും അത് എത്രത്തോളം പോകുന്നുള്ളൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു ബെയറിഷ് ഫീല് തന്നെയാണ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട 3 ന്യൂസിൽ 2 ന്യൂസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ന്യൂസ് ടെന്റന്റീവ് ആണ്. അത് കൃത്യമായിട്ട് ഏത് സമയത്താണെന്ന് പറയാൻ പറ്റില്ല. പിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് USDയിലാണ്. USDയിൽ പ്രിലിം UIM കൺസ്യൂമർ സെന്റിമെന്റ് ആണ്. അത്യാവശ്യം മോശമില്ലാത്തൊരു ന്യൂസാണ്. ഹൈ ഇമ്പാക്ട് ആണെങ്കിൽ പോലും സാധാരണ CPI അല്ലെങ്കിൽ PPI വരുന്ന അത്ര ഇമ്പാക്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയും കണ്ട് തന്നെ ട്രേഡ് എടുക്കണം. എന്താണ് ന്യൂസിന്റെ യൂഷ്വൽ ഇമ്പാക്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. യൂഷ്വൽ ഇമ്പാക്ട് വരുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ നോക്കിയാൽ കാണാം യൂഷ്വൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇത് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 72.1 ആണ്. അതിനേക്കാൾ മുകളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി സ്ട്രോങ് ആവുകയും അതിനേക്കാൾ താഴെ വന്നു കഴിഞ്ഞാൽ കറൻസി വീക്ക് ആവുകയും ചെയ്യാണ്. അപ്പോൾ കറൻസി സ്ട്രോങ് ആവുന്ന സമയത്ത് ഗോൾഡ് വീക്ക് ആവുകയും കറൻസി വീക്ക് ആവുന്ന സമയത്ത് ഗോൾഡ് സ്ട്രോങ് ആവുകയാണ്. പ്രധാനപ്പെട്ട ന്യൂസ് ഇത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമായ ന്യൂസ് ഒന്നും ഇല്ല. ഇന്ന് ഫ്രൈഡേ ആണ്. ആരും പരമാവധി ഹോൾഡ് ചെയ്യാതിരിക്കുക. വീക്കെൻഡ് ആണ്. അടുത്ത 2 ദിവസം ഓഫ് ഡേയ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിൽ വരുന്ന സെന്റിമെന്റൽ ന്യൂസ് എങ്ങനെയാണ് കറൻസിയെ അല്ലെങ്കിൽ ഗോൾഡിനെ മറ്റുള്ള പെയേഴ്സിനെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇന്ന് എടുത്ത ട്രേഡുകൾ ഇന്ന് തന്നെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരാം. ചാർട്ടിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വീക്കിലി ടൈം ഫ്രെയിം ആണ്. വീക്കിലി ടൈം ഫ്രെയിമിൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയ ഏരിയകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 1 ഡേ ടൈം ഫ്രെയിമിൽ പോകുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ കാണുന്നുണ്ട്. സപ്പോർട്ടിന്റെ താഴെ, സപ്പോർട്ടിന്റെ തൊട്ട് മുകളിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ കാണുന്നുണ്ട്. ഇതൊരു ഇംബാലൻസ് ആണ്. ഒപ്പം തന്നെ ഇംബാലൻസ് ഏരിയ നോക്കിയാൽ മനസ്സിലാവും. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ചെയ്തൊരു ഇമ്പൾസീവ് മൂവ് തന്നൊരു ഏരിയയും കൂടിയാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. ഇനി എങ്ങനെയാണ് 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. എല്ലാവർക്കും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. മാർക്കറ്റ് സിങ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി മുകളിൽ നിന്ന് ഹൈയെ ബ്രേക്ക് ചെയ്തു. പക്ഷെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വീണ്ടും താഴോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും താഴോട്ടേക്ക് വന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത തരാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്കതൊരു കൺഫർമേഷൻ ഇപ്പോഴും ആയിട്ടില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംബാലൻസ് ഏരിയയിൽ വരച്ചിരിക്കുന്ന ബ്ലാക്ക് ലൈനിന്റെ താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിന്നതിന് ശേഷം മാത്രമേ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ്. ഏത് നിമിഷം മുകളിലോട്ടും താഴോട്ടും പോവാം. എനിവേ ഇംബാലൻസിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ 1 ഡേ ഇംബാലൻസ് കാണുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ സപ്പോർട്ടും വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഇംബാലൻസിൽ നിന്ന് മുകളിലോട്ടോ അല്ലെങ്കിൽ ഒന്നും കൂടി സപ്പോർട്ട് എടുക്കാൻ വേണ്ടി താഴോട്ടോ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇനിയൊരു അപ് ട്രെൻഡ് എന്നാണ് തോന്നുന്നത്. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ ആദ്യത്തെ ഇംബാലൻസിലുള്ള ബ്ലാക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരിക തന്നെ വേണം. എനിവേ നമുക്ക് പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഏരിയകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് അത് മാർക്ക് ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം. 1 ഡേ ടൈം ഫ്രെയിമിൽ ഇപ്പൊ നിൽക്കുന്നത് എന്നത്തെയും പോലെ എന്നും പറയുന്ന പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ തന്നെയാണ്. കാരണം ഇവിടെ മാർക്കറ്റ് കുറച്ച് ദിവസമായി ഇതിന്റെ പരിസരത്ത് മാർക്കറ്റ് ഇങ്ങനെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും അങ്ങോട്ട് തന്നെ വരുന്നു, വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു എന്ന രീതിയിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പോ നിയറസ്റ്റ് ആയ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യണമെന്നുണ്ട്. മിനിഞ്ഞാന്നത്തെ ക്യാൻഡിലിന്റെ വിക്ക് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ റിജക്ഷൻ തന്നതുകൊണ്ടാണ്. നോക്കിയാൽ കാണാം ആ വിക്ക് വന്നിരിക്കുന്ന ഏരിയയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്.
ഒരു ഇംബാലൻസും കൂടിയുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇംബാലൻസ് പ്ലസ് റിജക്ഷനും കൂടിയാണ് ഒരുമിച്ച് മാർക്ക് ചെയ്യുന്നത്. അതിന്റെ തൊട്ട് മോളില് തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി നിൽക്കുന്നുണ്ട്. സപ്പോർട്ട് ഓൾറെഡി താഴെയുള്ള ഒരു ലാസ്റ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോയ വൈറ്റ് ക്യാൻഡലിനെയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. മുകളിലോട്ട് പോയ സപ്പോർട്ട് എടുത്ത് പോയ വൈറ്റ് ക്യാൻഡലിനെയാണ് മാർക്ക് ചെയ്യുന്നത്. നീട്ടി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വീണ്ടും കാണാം. കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരയ്ക്കാം. താഴോട്ടേക്ക് മുകളിലോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. എനിവേ സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു ക്യാൻഡിലും കിട്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ക്യാൻഡിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 4 ഹവറിൽ പോയിട്ട് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 4 ഹവറിൽ പോകുന്ന സമയത്ത് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം സപ്പോർട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സപ്പോർട്ട് കുറച്ച് താഴോട്ടേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഏരിയ വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. 2299, 2279 ആണ് ആ ഏരിയ നിൽക്കുന്നത്. ആ ഏരിയയിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈം മുകളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത്തവണയും പോകുന്നുണ്ട്. ഇത് എവിടം വരെ പോകും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോ അതുകൊണ്ട് നമുക്കൊരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതുപോലെ തന്നെ 4 ഹവറിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയ ഏരിയ കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. തൽക്കാലം ഞാൻ വരയ്ക്കുന്നത് ഈ ഒരു ഇതിലൊരു ലൈൻ വരച്ചു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ താഴെയും ഒരു ലൈൻ വരച്ചു വെക്കുന്നുണ്ട്. ഇത് തൽക്കാലം ഇതിന്റെ ഉള്ളിലൊരു ട്രേഡ് നടക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഏഷ്യൻ സെക്ഷനിൽ, ലണ്ടൻ സെക്ഷനിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് എക്സ്ചേഞ്ച് സെഷന്റെ മാർക്കറ്റ് ബിഹേവിയർ നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, 4 ഹവറിൽ നിന്ന് 1 ഹവറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. 4 ഹവറിൽ നിന്ന് 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാനില്ല. എന്നാലും ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ഞാൻ നേരത്തെ വരച്ച ബ്ലാക്ക് ലൈൻ നിന്ന് കിട്ടിയ റിജക്ഷൻ ഏരിയ ഒരു ഇംബാലൻസ് ഏരിയ ആണ്. തൊട്ട് മുകളിൽ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ കൂട്ടി വരയ്ക്കുകയാണ്, റെസിസ്റ്റൻസ് ആയിട്ട് വെക്കുകയാണ്. ഒരുപക്ഷെ മാർക്കറ്റ് ഒന്നും കൂടി അവിടോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം താഴോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടി മുകളിൽ നിന്ന് താഴോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയകളുണ്ടോ, അല്ലെങ്കിൽ റിയാക്ഷൻ വരാനുള്ള അല്ലെങ്കിൽ റിജക്ഷൻ വരാനുള്ള എന്തെങ്കിലും ഏരിയ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 50 മിനിറ്റ്സിലോട്ടാണ് പോകുന്നത്. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. കാരണം മാർക്കറ്റ് പലതവണ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. ബ്രേക്ക് ആയിട്ടുണ്ട്, വീണ്ടും അതിനെ ബ്രേക്ക് ആക്കിയിട്ടുണ്ട്, വീണ്ടും തന്നിട്ടുണ്ട്, ബ്രേക്ക് തന്നിട്ടുണ്ട്, വീണ്ടും ബ്രേക്ക് തന്നിട്ടുണ്ട്. ഈ ബ്രേക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു ഇമ്പൾസീവ് ബ്രേക്ക് ആണ്. അപ്പൊ കുറച്ചധികം മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഒരു ഇമ്പൾസീവ് ക്യാൻഡിൽ മാത്രമല്ല, ഇതൊന്ന് കുറച്ച് നല്ലോണം താഴോട്ട് വന്നിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇത് നോക്കിയാൽ കാണാം, നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പൊ കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം വീണിരുന്ന ഒരു ക്യാൻഡിലിന്റെ പൊസിഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ക്യാൻഡിലിന്റെ പൊസിഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റിജക്ഷൻ തന്നു കഴിഞ്ഞാൽ, ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞ ഒരു സ്ട്രക്ചർ ചേഞ്ചോ മറ്റോ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഒരു സെൽ എൻട്രി എടുക്കാം. അപ്പോ അതിന് വേണ്ടിയിട്ട് സെൽ എൻട്രി എടുക്കണമെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ആണ് പറഞ്ഞത്. മുകളിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും റിജക്ഷൻ തരുകയാണെങ്കിൽ സെൽ എൻട്രി എടുക്കാം. നമുക്ക് മിനിമം ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം, ഇതിന്റെ ലോ വരെ വെക്കാം. എന്തായാലും അത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ സെൽ എൻട്രി ഇവിടുന്നാണ്. രണ്ടാമത്തെ സെൽ എൻട്രി എന്ന് പറയുന്നത് ഇതിലാണ്. നോക്കിയാൽ കാണാം, ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്നൊരു ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ, സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് എൻട്രി എടുക്കാം. അപ്പോൾ അവിടുന്ന് എടുക്കുകയാണെങ്കിലും നമ്മുടെ ടാർഗറ്റ് വരുന്നത്, മിനിമം ടാർഗറ്റ് വരുന്നത് ഇവിടെയാണ്, ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോയാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ടാർഗറ്റിലേക്ക് എത്താം. നമുക്ക് ഇവിടേക്ക് എത്താം, ഒരു 450ഓളം പിപ്പ് വരുന്ന ഏരിയയിലേക്ക് എത്താം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും ഒരു റിയൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഏറെക്കുറെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ്. അത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അവിടെ നിന്ന് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് 1 മിനിറ്റിലോ അല്ലെങ്കിൽ 3 മിനിറ്റ്സിലോ 5 മിനിറ്റ്സിലോ പോയിട്ട് നമുക്കൊരു നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എടുക്കാം. ബൈ എൻട്രി എന്ന് പറയുന്നത്, ഇനി ഈ അടുപ്പിച്ച് 2 ഏരിയകൾ കിടക്കുന്നതുകൊണ്ട്, റെസിസ്റ്റൻസ് ഏരിയകൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല.
ഇനി ബൈ എൻട്രി നമുക്ക് ചിന്തിക്കണമെങ്കിൽ ദേ ഇതിന്റെ മുകളിലേക്ക് നിൽക്കണം. ഇതിന്റെ മുകളിൽ നിന്ന് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ നിന്ന് ഒരു റീടെസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ബൈ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയ ഏരിയ ആണ്. അവിടം വരെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പില്ല. പക്ഷെ ന്യൂസ് ബേസ്ഡ് എന്തെങ്കിലും കാൻഡിൽസോ മറ്റോ വന്നു കഴിഞ്ഞാൽ എത്താൻ സാധ്യതയുണ്ട്. ഒരു 3 ദിവസം മുന്നേ നമ്മൾ ഇതുപോലെ പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് അത് അവിടെ എത്തിയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയി പഠിക്കാനും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്കതിന് പഠിക്കാവുന്നതാണ്. അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക.